മാസത്തിലെ പുണർദം നക്ഷത്രത്തിൽ വെളുത്ത പക്ഷത്തിലെ നവമി ദിവസം കർക്കിടക ലഗ്നത്തിൽ കൗസല്യ രാജ്ഞി വിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരവും ആത്മാംശവുമായ ശ്രീരാമനെ പ്രസവിച്ചു. പിറ്റേ ദിവസം പൂയം നാളിൽ കൈകൈ ഭരതനെ പ്രസവിച്ചു. 3-ാം ദിവസം ആയില്യം നാളിൽ പായസത്തിൻ്റെ 2 പങ്ക് ഭക്ഷിച്ച സുമിത്ര ലക്ഷ്മണനെയും ശത്രുഘ്നനെയും പ്രസവിച്ചു. 11 ദിവസം കഴിഞ്ഞ് വല്ലായ്മ തീർന്നപ്പോൾ വസ്തുനിഷ്ഠ മഹർഷിയാണ് ഇവർക്ക് മേൽപ്പറഞ്ഞ പേരുകൾ ഇട്ടത്. രാമൻ സന്തോഷപ്രദനെന്നും ഭരതൻ ഭരണസാമർത്ഥ്യം പ്രകടിപ്പിക്കുന്നവനെന്നും ലക്ഷ്മണൻ ലക്ഷണയുക്തനെന്നും ശത്രുഘ്നൻ ശത്രുക്കളെ നശിപ്പിക്കുന്നവനെന്നും പേരുകൾ കൊണ്ട് ധനിപ്പിക്കുന്ന രീതിയിലായിരുന്നു ദീർഘദൃഷ്ടിമാനായ വസ്തുനിഷ്ഠൻ്റെ നാമനിർദ്ദേശം. ദശരഥ മഹാരാജാവ് വാർദ്ധക്യത്തിലും ഒരു കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ സന്തോഷത്തീരത്താൽ തുള്ളിച്ചാടി. 4 ഓമൽ സന്താനങ്ങളെ കൊണ്ട് രാജധാനി നിറഞ്ഞപ്പോൾ പിതാവായ അദ്ദേഹം ആനന്ദം കൊണ്ട് വീർപ്പുമുട്ടി. സാമന്ത രാജാക്കന്മാർ വിവരമറിഞ്ഞെത്തി. കുമാരന്മാർക്ക് വിലപിടിച്ച പല സമ്മാനങ്ങളും കാഴ്ചവെച്ച് അവരെ ആശീർവദിച്ചു. വരുന്നവർക്കെല്ലാം ദശരഥൻ വാരിക്കോരിക്കൊടുത്തു. എന്നിട്ടും അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല. എങ്ങും ഉത്സവങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളും കൊണ്ടാടിക്കൊണ്ടിരുന്നു. രാവണവധത്തിന് അവതരിച്ച രാമനെ സഹായിക്കാൻ ഈ അവസരത്തിൽ ബ്രഹ്മാവിൻ്റെ ആവശ്യപ്രകാരം ദേവന്മാർ വാനരന്മാരെയും കരടികളെയും മറ്റും സൃഷ്ടിച്ചു. അവർക്ക് ഏതു രൂപം കൈക്കൊള്ളാനുള്ള പ്രാപ്തിയും നൽകി. 4 രാജകുമാരന്മാരും മിടുക്കന്മാരായി ഒരുമിച്ച് വളർന്നു വന്നു. രാമൻ്റെ നിഴൽ പോലെ ലക്ഷ്മണനും ഭരതന് കൂട്ടായി ശത്രുഘ്നനും ഒന്നിച്ചു കൂട്ടുകൂടിയും കളിച്ചും പഠിച്ചും ഉണ്ടും ഉറങ്ങിയും വളർന്നു. ദശരഥൻ പുത്രന്മാർക്ക് വേണ്ട ക്രിയാദികളെല്ലാം യഥാക്രമം ചെയ്തു. കുമാരന്മാർക്ക് 5 വയസ്സ് കഴിഞ്ഞപ്പോൾ കുലഗുരുവായ വസ്തുനിഷ്ഠ മഹർഷിയെ കൊണ്ട് വിദ്യാഭ്യാസം ചെയ്യാനാരംഭിച്ചു. ആചാര്യശ്രേഷ്ഠൻ വേദശാസ്ത്രങ്ങളും പുരാണം ഇതിഹാസം എന്നിവയും അവരെ അഭ്യസിപ്പിച്ചു. കുമാരന്മാർ അതിവേഗത്തിൽ ശ്രുതിസ്മൃതികളും ലളിതകലകളും അസ്ത്രശാസ്ത്രം തുടങ്ങിയ ആയുധവിദ്യകളും പഠിച്ചു. 12 വയസ്സ് പൂർത്തിയായപ്പോൾ ധനുർവിദ്യയിൽ അവർ പാടവം തികഞ്ഞു അതിസമർത്ഥന്മാരായി മാറി. ധർമ്മശാസ്ത്രത്തിൽ അവരെ ജയിക്കാൻ പണ്ഡിതന്മാരില്ലെന്ന നില വന്നു. അവർ കോസല രാജ്യത്തെ കണ്ണിലുണ്ണികളായി വിളങ്ങി നിന്നു.